സാമ്പാർ ഇഷ്ടമായ അച്ഛന്? നീ ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ? ആ കറണ്ട് ബില്ല് അടച്ചോ? ഗ്യാസ് ബുക്ക് ചെയ്തോ? ഇടയിൽ കറക്കാൻ കുറച്ച് കൂടുണ്ട് കേട്ടോ. മോളെ സാമ്പാർ കുറച്ച് വെച്ച്. അച്ഛനൊരു ദോശയും കൂടി. വേണ്ട, വിശപ്പില്ലേ ഇടയായിട്ട്, മതി. മോളെ ഗുളിക. ദേ എടുക്കാം. മഞ്ഞ പച്ച മഞ്ഞ വെള്ള റോസ് ഗുളിക എവിടെ മോളെ? തേച്ച റോസ് ഗുളിക ഇതല്ല, വട്ടത്തിലുള്ള റോസ് ഗുളിക. അത് കഴിഞ്ഞു. അച്ഛാ, അത് ഗ്യാസിന്റെ ഗുളികന്. അത് കഴിച്ചില്ല വെച്ചിട്ട് മരിക്കാൻ പോകണമെന്നില്ല. ഞാനേ വൈകുന്നേരം വരുമ്പോൾ വാങ്ങിച്ചോണ്ടിരാം. ചേട്ടാ, അച്ഛൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞൂടെ? എനിക്ക് അങ്ങേരെ വർത്താൻ കേട്ട തന്നെ ചൊറിഞ്ഞു വരും. എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണം? ഈ കറണ്ടിന്റെ ബില്ലടയ്ക്കാനും ഗ്യാസ് ബുക്ക് ചെയ്യാനും അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയാം. നീയേ അച്ഛനോട് ആ റൂമിൽ ചടഞ്ഞു കൂടിയിരിക്കാണ്ട് ആ പറമ്പിലൊക്കെ ഒന്ന് കിടന്ന് നടക്കാൻ പറയും. പറഞ്ഞ കേൾക്കണ ഒരാള് ചേട്ടൻ്റെ അല്ല അച്ഛൻ. അകത്തന്നെ കിടന്ന് നടക്കാൻ വയ്യാന്നാ പറയണ ആള് പിന്നെയാണ് പറമ്പില്. വില വാങ്ങിക്കണ്ട. അയ്യോ, അച്ഛൻ്റെ വട്ടത്തിലുള്ള റോസ് ഗുളിക അത് മറക്കണ്ട. മോളെ സുമേ. എന്താ അച്ഛൻ വിളിച്ചേ? അവൻ പോയോ മോളെ? പോയി. മോൾ അവനെ ചീത്തൊന്നും പറയണ്ട. അവന് ജോലിയുടെ നല്ല ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഈ വയസ്സാവുമ്പോൾ ആരോടെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കണമെന്ന് തോന്നും. പക്ഷേ കേൾക്കാൻ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അയ്യോ, ചേട്ടൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതാവില്ല. അത് പിന്നെ എനിക്കറിയില്ലേ മോളെ, അവനെൻ്റെ മോനല്ലേ. ഞാൻ പറഞ്ഞാണ്ടല്ലോ, അവന് ജീവനാ. അച്ഛനും ഇവിടെ സംസാരിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? എൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 12 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. ഒന്നും മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ആ വീട്ടിൽ. അമ്മയുടെ കാര്യം ആലോചിച്ചാൽ എനിക്ക് സങ്കടാ. അമ്മേ ആണോ? സാറില്ല, ഞാൻ ചേട്ടനോട് പറയാം. അമ്മ ടെൻഷൻ ആവണ്ട. ഇപ്പം എന്നെ വിളിച്ച് പറയാം കേട്ടാ. ശരി. ഹലോ ചേട്ടാ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഹോം നേഴ്സ് പനിയായിട്ട് പോയിന്ന്. അപ്പം പകരം വേറെ ആരെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കൂ. മറക്കരുത് കേട്ടാ, അമ്മ അവിടെ ഒറ്റയ്ക്കാണേ. ശരി. ഇതെന്താ ചേട്ടാ നേരത്തെ? അമ്മ വരൂ. അയ്യോ അമ്മ, മോൻ വന്ന് വിളിച്ചു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അല്ല മോളെ, വേണുമാഷ കണ്ടില്ലല്ലോ. അച്ഛാ റൂമിലാണ് തുറന്നുണ്ടാവും. അപ്പൊ അച്ഛന് ചായ കുടിക്കണ്ടേ? അച്ഛനെ എണീക്കുമ്പോ ഞാൻ ചായ കൊടുത്തോളാം. അച്ഛൻ എണീക്കാൻ വൈകും. മാഷോ? ശാരദ ടീച്ചർ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. അച്ഛൻ ഞാൻ ചായ എടുക്കാം. അപ്പോ 1-2 ദിവസം കാണും അല്ലേ? ഉണ്ടാവും. ഹോം നേഴ്സിന് പനിയായിട്ട് നാട്ടിൽ പോയിരിക്കുക. ഹോം നേഴ്സിനും പനിയോ?
മാഷേ ആ ടീച്ചറെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ. താങ്ക് യു. മോളെ അച്ഛൻ്റെ ബ്രഷ് ഇവിടെ വെച്ചിട്ടുണ്ടായ ഇതല്ല. അയ്യോ ഇതല്ല. ടീച്ചറെ നമ്മൾ ഈ വയസ്സായ മുറിയിൽ അടച്ചിരിക്കാനൊന്നും പാടില്ല. പുറത്തിറങ്ങി നടക്കണം. അപ്പോഴാണ് ആരോഗ്യത്തിനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് നോക്കിയ ടീച്ചറെ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് പറഞ്ഞ് ഇഷ്ടാവില്ല. നമ്മൾക്ക് ആവതുള്ളിടത്തോളം കാലം മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. വേണം അത്. മോളെ സുമേ, അച്ഛന്റെ ഗുളികയൊക്കെ തീർന്നു കേട്ടോ. മോനോട് വാങ്ങാൻ പറഞ്ഞോളൂ. എൻ്റെ ടീച്ചറെ, ഈ ഗുളിയൊക്കെ എന്നുണ്ടായി? ഈ 3 തന്നെ ധാരാളം. ഇപ്പൊ ഗുളികയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ല, ടീച്ചർക്ക് ഗുളിയൊന്നും ഇല്ലേ? എനിക്കൊരു മരുന്നും ഇല്ല. എനിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. ഈ അമ്മേനെ വിളിക്കുന്നുണ്ടാ? അമ്മേ, എന്തത്ര ഒരുങ്ങാൻ? കല്യാണത്തിനൊന്നല്ലല്ലോ പോണത്, മാളിലേക്കല്ലേ. ഒന്ന് വായോ. അച്ഛനെവിടെ? ചേട്ടൻ ചേട്ടൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. വാ. ആ ശരി ശരി ശരി. അപ്പം നാളെ രാവിലെ വരും അല്ലേ? ശരി, നാളെ രാവിലെ തയ്യാറായിട്ട് നിന്നോളൂ കേട്ടാ. ചേട്ടൻ കൊണ്ടുവരാൻ വരും. അമ്മ. എന്താ മോളെ? ഹോം നേഴ്സ് നാളെ വരുന്നു. അപ്പം അമ്മ നാളെ രാവിലെ റെഡി ആയിക്കോ, ചേട്ടൻ കൊണ്ടാക്കി തരും. ചേട്ടാ ബാഗ്. അമ്മയാ? അമ്മ. അമ്മ. ഇറങ്ങട്ടെ.
മാഷെ ഞാൻ ഇറങ്ങാം. ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ എന്ത് പറയാനാ? ശാരദയ്ക്ക് പോണോ? പോണ്ടേ? പോണോ? പോണ്ടേ? പോണ്ട. വേണ്ടേ? വേണ്ട.